അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും ഭൂമിയിലോട്ട് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മനുഷ്യൻ അവനവൻ്റെ ഓരോ ലക്ഷ്യത്തിലേക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ചിലർ അവർ കച്ചവട ആവശ്യത്തിനായിരിക്കാം, ചിലർ അവരുടെ ജോലി മേഖലയിലായിരിക്കാം, ചിലർ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായിരിക്കാം. എന്നാലും ഈ ഭൂമിയിൽ അവരുടെ ആ ചുരുക്കം പറഞ്ഞ ആ ലക്ഷ്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം എന്നാലും നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയായിരിക്കും ദൈവം നമ്മളെ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം ഒരു ജീവിതമുണ്ടോ? മരിച്ചതിന് ശേഷം ഒരു പുനർജന്മമുണ്ടോ? ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 51-ാമത്തെ സൂറത്തായ സൂറത്തു ദാരിയാത്തിൽ 56-ാം വചനത്തിൽ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നുണ്ട്. ഖുർആനിൽ ഇബാദത്ത് എവിടെ കണ്ടുവോ അവിടെ തൗഹീദാണ് ഉദ്ദേശം. അതായത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം ജീവിതം സമർപ്പിക്കലാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഓരോ മേഖലകളിലും, അതായത് കച്ചവട മേഖലകളാകട്ടെ, അതുപോലെ തൊഴിൽ മേഖലകളാകട്ടെ, നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും സത്യസന്ധമായി വഞ്ചനയില്ലാതെ കളവില്ലാതെ എല്ലാം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വിജയം സാധ്യമാകുള്ളൂ. എന്നാൽ ചുരുക്കം നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എന്നാൽ നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാണെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുകയില്ല. അത് ഒരു പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അല്ലാഹു തആല നമ്മൾ ഈ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എത്രമാത്രം നല്ലതാണെന്ന് നോക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പരിശുദ്ധ ഖുർആനിൽ 67-ാമത്തെ സൂറത്തായ സൂറത്തുൽ മുൽക്കിൽ 2-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും ഹസ്സനു അമല, നിങ്ങളിൽ ജീവിതവും മരണവും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാഹു തആല ഓരോന്നിനും പ്രതിഫലം നിശ്ചയിക്കുക. ഖുർആനിൽ വേറൊരിടത്ത് പറയുന്നുണ്ട്, ആര് അണുമണി തൂക്കം നന്മ ചെയ്തുവോ അവന് അത് ലഭിക്കും, ആര് അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അത് അവന് ലഭിക്കും. അതായത് നമ്മളെ എത്ര നല്ല നന്മ ചെയ്താൽ, ഏറ്റവും ചെറിയ രീതിയിലുള്ള നന്മയാണെങ്കിൽ കൂടിയും അത് പരലോകത്ത് നമുക്ക് ലഭിക്കുക തന്നെയും. അതുപോലെ തന്നെ നമ്മൾ ഏത് ഇരുട്ടറയ്ക്കുള്ളിൽ ആണെങ്കിലും നമ്മൾ ചെറിയൊരു തിന്മ ചെയ്താലും അതും അവന് അവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാഹു തആല നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ജനനത്തിന് മുമ്പുള്ള ഘട്ടം, ഒന്ന് ഗർഭകാലഘട്ടം, 2 ജനനത്തിന് ശേഷമുള്ള ജീവിത കാലഘട്ടം, അതായത് ഭൂമിയിലുള്ള കാലഘട്ടം, 3-ാമത് മരണത്തിന് ശേഷമുള്ള പരലോക കാലഘട്ടം, അതായത് ശാശ്വതമായ ഒരു ജീവിതം, എന്നൊന്നും അവസാനിക്കാത്ത ഒരു ജീവിതം. ഈ 3 കാലഘട്ടത്തിൽ കൂടി മനുഷ്യൻ നീങ്ങിയേ മതിയാവും. അതായത് നമ്മുടെ ഗർഭകാലഘട്ടത്തിൽ നമുക്ക് കണ്ണുണ്ട്, അതുപോലെ ചെവിയുണ്ട്, അതുപോലെ കൈയുണ്ട്, കാലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആ ഗർഭകാലഘട്ടത്തിൽ നമുക്ക് ഇതൊന്നും കൊണ്ട് ഒരു ഉപയോഗവുമില്ല. എപ്പോഴാണ് നമ്മുടെ ഈ ഉപയോഗം വരുന്നത്? ഈ അവയവങ്ങൾ കൊണ്ട് നമ്മുടെ ജനനത്തിന് ശേഷം നമ്മുടെ കർമ്മങ്ങൾ എപ്രകാരമാണെന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കൈ കൊണ്ട് ചെയ്തത്, അതുപോലെ കാലുകൾ കൊണ്ട് ചെയ്ത് നമ്മൾ കണ്ടത്, ഈ പ്രവർത്തനങ്ങളെല്ലാം ഏത് രീതിയിലാണെന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർമ്മഫലം, അതായത് ഭൂമിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോ ഇതിനുള്ള ഒരു കർമ്മം നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കേണ്ടത്. അതാണ് നമ്മുടെ മരണശേഷമുള്ള പരലോക ജീവിതം. ഈ പരലോക ജീവിതം നമ്മൾ ഭൂമിയിൽ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അതിനുള്ള പ്രതിഫലം നമ്മൾക്ക് എവിടെയാണ് കിട്ടുക? പരലോകത്താണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ജീവിതം പരലോകത്തിന് ഉതകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത ലക്ഷ്യമാവുന്ന സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മഹാനായ ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ ഇപ്രകാരം പറയുന്നുണ്ട്. സഫലമാക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതത്തിന് ഒരു അർത്ഥം ലഭിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലൊരു അർത്ഥം മുന്നിൽ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം
നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആക്കാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജീവിതം ഒരു യാത്രക്കാരനെ പോലെ ആവുക. അതായത് നമ്മളൊരു ചെറിയ ഒരു 3 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി എത്രമാത്രം മുന്നൊരുക്കം നടത്തുവോ അതുപോലെ ആയിരിക്കണം നമ്മുടെ പരലോക ജീവിതത്തിനുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള മുന്നേറും. അതിന് എത്രയോ മടങ്ങ് വേണം. അതായത് നമ്മളൊരു 3 ദിവസത്തിനുള്ള യാത്ര നടത്തുമ്പോൾ തന്നെ എത്രത്തോളം മുന്നൊരുക്കം നടക്കും. നമുക്ക് താമസിക്കാനുള്ള റൂം മുൻകൂട്ടി ബുക്ക് ചെയ്യും. അതുപോലെ നമ്മൾ സന്ദർശിക്കാനുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അതുപോലെ നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായ സാമഗ്രികളെല്ലാം പെട്ടിയിൽ തലേന്ന് പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പം അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊരു ചെറിയ ഒരു 3 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ എത്രയോ മുൻകരുതലുകളാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കാത്ത എന്നൊന്നും ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി എത്രമാത്രം മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതായിരിക്കും. അപ്പം അതുപോലെയുള്ള ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അത്രമാത്രം ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിതം മെച്ചപ്പെടുത്താനും ആ ജീവിതം നേടിയെടുക്കാനും നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.